കിനാവിൻ്റെ തീരത്ത് ഭാഗം 58. പങ്കുവയ്ക്കലിൻ്റെ ആ രാത്രിയിൽ അവൾ അവളുടെ മനസ്സും ശരീരവും അവനായി നൽകിയിരുന്നു. രാവിലെ ആദ്യം ഉണർന്നതും മീര തന്നെയാണ്. ഉണർന്നതും അവൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. ഒരു നിമിഷം തലേ ദിവസം രാത്രിയിലെ അനുഭൂതി നിറഞ്ഞ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ചേക്കേറി. നാണം ആ മുഖത്ത് പ്രകടമായിരുന്നു. നിഷ്കളങ്കമായ മുഖത്തോടെ ഒരു കുഞ്ഞിനെപ്പോലെ കിടന്നുറങ്ങുന്നവനെ കണ്ട് അവൾക്ക് വാത്സല്യമാണ് തോന്നിയത്. എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൾ അവൻ്റെ തലമുടി ഇഴകളിൽ ഒന്ന് തഴുകി. വാത്സല്യത്തോടെ അവൻ്റെ തലമുടി മാടി ഒതുക്കി വെച്ചു. ആ നിമിഷം തന്നെ അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് പുതപ്പിനുള്ളിൽ നീക്കിക്കിടത്തി. അവനിൽ നിന്നും അകന്നു മാറി എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയപ്പോൾ മെല്ലെ കണ്ണുകൾ തുറന്ന് അവൻ അവളെ നോക്കി. ആ നിമിഷമാണ് അവൾക്ക് സുബോധം വന്നത്. അപ്പോൾ തന്നെ അവൾ പുതപ്പെടുത്ത് ശരീരം മറച്ചു. അത് കാണുകെ വീണ്ടും അവനിലൊരു കുസൃതി നിറഞ്ഞു നിന്നു. കുറച്ചുകൂടെ കഴിഞ്ഞെഴുന്നേൽക്കാടൂ. ഉറക്കം വിട്ടു പോകാത്ത പോലെ അവൻ പറഞ്ഞു. സമയം ഒരുപാടായി സുധിയേട്ടാ, ഞാൻ എഴുന്നേൽക്കട്ടെ, ഇല്ലെങ്കിൽ അമ്മ എന്ത് കരുതും? അവനിൽ നിന്നും മുഖം മാറ്റിപ്പിടിച്ച് പറയുന്നവളെ കണ്ട് അവന് ചിരി വന്നുപോയി. ഇന്നലെ രാത്രി ഞാൻ തന്നെ ശരിക്കും കണ്ടില്ലല്ലോ. വീണ്ടും അവളെ ചുവപ്പിക്കാനായി അവൻ കുസൃതി പറഞ്ഞ നിമിഷം അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് നിറഞ്ഞത് അവൻ കണ്ടിരുന്നു. സ്വതവേ നന്നേ വെളുത്ത മുഖം ഒന്നുകൂടി ചുവന്നു പോയിരുന്നു. സുധിയേട്ടനൊന്ന് ഉറങ്ങിക്കേ, ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോട്ടെ, എനിക്ക് കുളിക്കണം. അതിന് ഞാനെന്തിനാ ഉറങ്ങുന്നേ? തനിക്ക് പോയിക്കൂടെ? കുസൃതിയോടെ പറയുന്നവനെ കണ്ട് അവൾ കൂർപ്പിച്ചു നോക്കി. കഷ്ടമുണ്ട് കേട്ടോ. നിസ്സഹായതയോടെ പറയുന്നവളെ കണ്ട് അവനും ചിരി വന്നുപോയി. അവളുടെ സമാധാനത്തിനായി അവൻ കണ്ണടച്ചു കിടന്നു. പുതപ്പ് വാരി ചുറ്റി കച്ച പോലെ ഉടുത്ത് അവൾ ബാത്റൂമിലേക്ക് പോകുന്ന കാഴ്ച കണ്ട് അവന് ചിരി വന്നിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ലുങ്കി ശരിക്കുടുത്ത് അവനും എഴുന്നേറ്റു. അപ്പോഴേക്കും അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കഴുത്തിലും ചുണ്ടിലുമായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലഗണങ്ങൾ അതവനിലെ പുരുഷനെ വീണ്ടും ഉണർത്തുകയാണ് ചെയ്തത്. അവളെ ഒന്നുകൂടി തന്നോട് അടുപ്പിച്ചു നിർത്തിയവൻ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ഷാമ്പുവിൻ്റെയും സോപ്പിൻ്റെയും ഗന്ധം അത് അവനിലൊരു അനുഭൂതി തന്നെ നിറച്ചിരുന്നു. ഇടുപ്പിൽ ചേർത്ത് നിർത്തി കവിളിലും ചുണ്ടിലുമായി തുരുതുരാ മുത്തം നൽകി. ഇരു കൈകൾ കൊണ്ട് അവനെ പുണർന്നവളും അങ്ങനെ നിന്നു. ആ പുലരിയുടെ തണുപ്പിൽ അവൻ്റെ ചൂട് അവൾക്ക് നൽകിയ സന്തോഷം ചെറുതായിരുന്നില്ല. എങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കപ്പോഴും ചമ്മലായിരുന്നു. സമയം ഒരുപാടായി, ഞാൻ പോവാം. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുറി തുറന്ന് അവൾ അടുക്കളയിലേക്ക് ചെന്നിരുന്നു. അവിടെ അപ്പോഴേക്കും സതി തിരക്കിട്ട ജോലിയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ സതിയുടെ അരികിലായി അവൾ നിന്നു. ആഹാ, എഴുന്നേറ്റ് വന്നോ? സതി ചോദിച്ചു. ചിരിച്ചുകൊണ്ട് അവൾ തലയാട്ടിയെങ്കിലും സതി പകരം ഒരു പുഞ്ചിരി പോലും നൽകിയില്ല. ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത്? തൽക്കാലം ഇവിടെ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സുഗന്ധിയൊക്കെ ഇന്ന് പോവാ. പിന്നെ കറണ്ടില്ല, മോട്ടർ അടിക്കാൻ നോക്കിയിട്ട്. അവർക്ക് കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ വേണം. അതിന് കുറച്ച് വെള്ളം പറ്റുവാണെങ്കിൽ കിണറ്റിൽ നിന്ന് കോരൂ. ഒരു വലിയ ബക്കറ്റും കലവും അവൾക്ക് നേരെ നീക്കി വെച്ചുകൊണ്ട് സതി പറഞ്ഞു. എതിർക്കാതെ കിണറ്റിൻ കരയിലേക്ക് നടന്നു. വെള്ളം കോരി കുറച്ചായപ്പോൾ തന്നെ അവൾ ക്ഷീണിച്ചു പോയിരുന്നു. 1-2 തൊട്ടി വെള്ളം കോരി. അപ്പോൾ തന്നെ വല്ലാത്ത കൈവേദന തോന്നി. നല്ല ആഴമുള്ള കിണറാണ്. ഒരുപാട് താഴേക്ക് തൊട്ടി പോകണം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സുധി അവിടേക്ക് വന്നത്. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ കറണ്ടില്ല എന്നും ഇന്നലത്തെ രാത്രിയിലെ മഴയ്ക്ക് പോയതാണ് എന്നും അമ്മ പറഞ്ഞത് അവനോടവൾ പറഞ്ഞു. ഇത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ, കറണ്ട് വന്നതിന് ശേഷം കുളിച്ചാൽ പോരെ? അവൻ പറഞ്ഞു. കറണ്ട് വരാൻ ഒരു 11 മണിയാവുമെന്ന് അമ്മ പറഞ്ഞത്. അവർക്ക് രാവിലെ പോണം. ഓ, താ മാറ്, ഞാൻ കോരാം. വേണ്ട സുധിയേട്ടാ, ഞാൻ ചെയ്തോളാം. അവൾ അവനെ തടഞ്ഞു. സാരമില്ല. അവളിൽ നിന്നും ബലമായി തൊട്ടിയും കയറും വാങ്ങി അവൻ തന്നെയാണ് കിണറ്റിൽ നിന്നും വെള്ളം കോരിയത്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സതി അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്നത്. അത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു. അവർ ഒരു ഭദ്രകാളിയെപ്പോലെ ചാടിത്തുള്ളി മീരയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ലാതെ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് കുറച്ചുനാള് സമാധാനം അനുഭവിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന എൻ്റെ ചെറുക്കനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാണോ പറഞ്ഞത്? മീര വിളറി വെളുത്തു പോയിരുന്നു. സതിയിൽ നിന്നും ഇത്തരം ഒരു രീതി കണ്ടപ്പോൾ സുധി ഞെട്ടിപ്പോയിരുന്നു. അവൻ ഇതുവരെ കാണാത്തതുപോലെ അത്ഭുതത്തോടെ അമ്മയെ നോക്കി. ആ നിമിഷമാണ് സതിക്ക് സ്വബോധം തിരികെ വന്നത്. സുധി അവിടെയുണ്ട് എന്നും സുധിയുടെ മുന്നിൽ വച്ചാണ് താൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്നും അവർ ഓർത്തു. ആ നിമിഷം അവർക്ക് അല്പം വല്ലായ്മ തോന്നിയിരുന്നു.
നിങ്ങൾ മാറിക്കോ, ഞാൻ കോരിക്കോളാം. സുധി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായി അവർ പറഞ്ഞു. അമ്മ എന്തൊക്കെയാ പറയുന്നത്? മീര എവിടേക്ക് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും അമ്മ ഇങ്ങനെ തുടങ്ങിയാ? ഞാൻ എങ്ങനെയാ ഇയാളെ ഇവിടെ നിർത്തിയിട്ട് മനസമാധാനത്തോടെ പോകുന്നത്? അവരുടെ മുഖത്തേക്ക് നോക്കി സുധി ചോദിച്ചു. നീ ആകപ്പാട് 1 മാസം നിൽക്കാനല്ലേ ഇവിടെ വരുന്നത്? ഒന്ന് റെസ്റ്റ് എടുക്കാനല്ലേ? അതിനിടയ്ക്ക് ഇവിടുത്തെ ജോലിയും കൂടി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കണ്ട് എനിക്ക് സഹിക്കുമോ? അതുകൊണ്ട് പറഞ്ഞതാ. മീരയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സതി. മീര എന്നോട് വെള്ളം കോരാൻ പറഞ്ഞതല്ല. ഇത്രയും ആഴമുള്ള ഒരു കിണറ്റിലെ വെള്ളം തന്നെ എങ്ങനെ കോരാനാണ് പറ്റുന്നത്? അവൾക്ക് ഇതൊക്കെ ശീലമുണ്ടോ എന്നറിയില്ലല്ലോ. നീ അങ്ങ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അവസ്ഥ വന്നാൽ നീ അവിടുന്ന് വന്ന് അവൾക്ക് വെള്ളം കോരി കൊടുക്കുവോ? എല്ലാം ശീലിക്കണ്ടേ? സുധിയോട് മറുചോദ്യം ചോദിച്ചു നിൽക്കുന്ന സതിയെ കണ്ടപ്പോൾ മീര ഭയന്നു പോയിരുന്നു. രണ്ടുപേരും തമ്മിൽ ഇതിന്റെ പേരിൽ വഴക്കുണ്ടാകുമോ എന്നാണ് അവൾ പേടിച്ചത്. അതപ്പോളല്ലേ, ഇപ്പോൾ ഇവിടെ ഞാനുണ്ടല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യണ്ടേ? ഇതിനു മുൻപ് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ഒരുപാട് വട്ടം ഈ കിണറിൽ നിന്നും ഒത്തിരി വെള്ളം കോരിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളെല്ലാവരും ഈ വീട്ടിലുണ്ടായിരുന്നു. അന്നൊന്നും തോന്നാത്ത ഒരു സഹതാപം നിനക്കിപ്പോൾ തോന്നാൻ എന്താ കാര്യം? ഇത് ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോ നിനക്ക് നൊന്തു. സുധിയുടെ മുഖത്ത് നോക്കി സതി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായി എന്നതുപോലെ ചോദിച്ചു. ആര് പറഞ്ഞു അന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ലാന്ന്? ഞാൻ ഈ വീട്ടിലുള്ളപ്പോൾ ഒരിക്കൽ പോലും അമ്മയെ കൊണ്ട് ഈ ജോലികളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊന്നും സ്ത്രീകൾ ചെയ്യുന്നത് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ മീരയുടെ സ്ഥാനത്ത് രമ്യയാണെങ്കിലും ശ്രീകുട്ടിയാണെങ്കിലും അമ്മ ആണേലും ഞാനിത് ചെയ്യും. താൻ പറഞ്ഞത് സുധിയിൽ നീരസം ഉണ്ടാക്കിയെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സതിക്ക് സാധിച്ചിരുന്നു. നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കില്ല. രംഗം മയപ്പെടുത്താനായി വീണ്ടും അവർ പറഞ്ഞു. സുധിയേട്ട മാറ്, ഞാൻ കോരാം. മീര പറഞ്ഞു. വേണ്ട, താൻ അകത്തേക്ക് ചെല്ല്. കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് പെട്ടിയിലാക്കി വെക്കാൻ നോക്ക്. ഒരു നിമിഷം സതി ഒന്ന് ഭയന്നു. എന്താണിപ്പോൾ ഡ്രസ്സൊക്കെ പെട്ടിയിലാക്കി വെക്കുന്നത്? ഞാൻ നിന്റെ പെണ്ണിനെ ഒന്ന് വഴക്ക് പറഞ്ഞപ്പോഴേക്കും നീ അവളെ കൊണ്ട് താമസം മാറാൻ പോവാണോ? പുച്ഛത്തോടെ സതി ചോദിച്ചു. അമ്മ ഇങ്ങനെയെല്ലാം കടന്ന് ചിന്തിക്കാൻ തുടങ്ങിയ കുറച്ച് കഷ്ടാണ്. ഞങ്ങൾ നാളെ വൈകിട്ട് മണാലിക്ക് പോവാം. അമ്മ ഇന്നലെ പറഞ്ഞില്ലേ ഹണിമൂണിന് കൊണ്ടുപോകുന്ന കാര്യം? അതുകൊണ്ട് ഞാൻ ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്നു. സുധിയുടെ ആ തുറന്നു പറച്ചിൽ സതിക്കൊപ്പം മീരയും ഞെട്ടിപ്പോയിരുന്നു. എവിടേക്ക് പോകുന്നതെന്നാ പറഞ്ഞത്? മനസ്സിലാകാതെ അല്പം ദേഷ്യത്തോടെ ഒട്ടും താല്പര്യമില്ലാതെ സതി ചോദിച്ചു. മണാലി? അതെവിടാ? കുറച്ച് ദൂരെയാമ്മേ. ഞാൻ മാത്രമല്ല, വിനോദം വൈഫും ഉണ്ട്. പിന്നെ എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ട്. അവരെ തൊടുപുഴയിൽ നിന്ന് വരും. എല്ലാവരും കൂടി ഷെയർ ആയിട്ടാണ് പോകുന്നത്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും 1 വർഷമായിട്ടേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് കുറച്ചായപ്പോഴേക്കും അവൻ ഗൾഫിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ വട്ടം എൻ്റെ കൂടെ നാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി പോകാമെന്നാണ് കരുതുന്നത്. കല്യാണം കഴിയുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നീ ആദ്യം എന്നോടൊരു അഭിപ്രായം ചോദിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം നീ തന്നെ തീരുമാനിക്കുകയാണ് അല്ലേ? താല്പര്യമില്ലാതെ സതി ചോദിച്ചു. അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഞാനെങ്ങും പോകുന്നില്ലെന്ന്? അമ്മ പറഞ്ഞുകൊണ്ടാണ് പോകാമെന്ന് കരുതിയത്. അമ്മ പറഞ്ഞപ്പോൾ തോന്നി മീരയ്ക്കും അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളില്ലേ എന്ന്. സതി ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയിരുന്നു. താൻ പറഞ്ഞത് അവർക്കിഷ്ടപ്പെട്ടില്ല എന്ന് സുധിക്ക് മനസ്സിലായി. അമ്പരപ്പോടെ മീര നിൽക്കുകയാണ്. വെറുതെ പറഞ്ഞതല്ലേ? വിശ്വസിക്കാനാവാതെ അവൾ ഒന്നും കൂടി ചോദിച്ചു. എന്തിന്? ഞാൻ തന്നോട് കുറച്ചു കഴിഞ്ഞ് പറയാൻ വേണ്ടിയിരുന്നതാ. ഇന്നലെ വൈകിട്ടാണ് തീരുമാനിച്ചത്. ഇന്നലെ പിന്നെ ഒന്നും പറയാനുള്ള സാഹചര്യം അല്ലായിരുന്നല്ലോ. കുസൃതിയോടെ അവൻ പറഞ്ഞു. ഒരുപാട് പൈസ ആവില്ലേ? അങ്ങനെയൊന്നുമില്ല. ഒരാൾ ഒറ്റയ്ക്കല്ലല്ലോ. 2-3 ആഴ്ച കൂടി കഴിയുമ്പോൾ ഞാനങ്ങ് പോകും. പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ആരും ഉണ്ടാകില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകൾ ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതിൽ പണം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളൊക്കെ എപ്പോഴാ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പൈസയും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കിട്ടാനാ? ഉള്ള സമയത്ത് സന്തോഷമായിരിക്കുക എന്നതാണ് എൻ്റെ ഒരു പോളിസി. അതുകൊണ്ടാകും എനിക്കൊരു രൂപ പോലും സമ്പാദ്യമില്ലാത്തത്. താനേതായാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കൂ. അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി അകത്തേക്ക് പോയിരുന്നു. ഈ സമയം അടുക്കളയിൽ സുഗന്ധിയോട് സുധിയുടെയും മീരയുടെയും യാത്രയെക്കുറിച്ച് പറയുകയായിരുന്നു സതി. മണാലിക്കോ? എത്ര രൂപ വേണമെന്ന് അമ്മയ്ക്കറിയോ? അവിടെ വരെ പോയിട്ട് വരണമെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോകാനുള്ള അത്രയും സ്ത്രീധനമായിട്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ഇത്രയൊക്കെ കൊടുത്തിട്ടും എന്നെ കൊണ്ടുപോയിട്ടുള്ളത് ആകെപ്പാടെ ഊട്ടിയിലും
മൈസൂരിലും മാത്രം. ഇവിടെ അടുത്തെങ്ങാനും പോയാൽ വരെ മണാലി വരെ അവളെയും കൂട്ടി പോകാൻ എന്തൊരു അഹങ്കാരമാണിത്. പൈസ മൊത്തം പൊടിച്ചിട്ട് തിരിച്ചു വരുള്ളൂ. അമ്മ നോക്കിക്കോ, ടിക്കറ്റ് തന്നെ നല്ലൊരു റേറ്റ് ആവും. സുഗന്ധി കുശുമ്പോടെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാടി? എനിക്ക് പറയാൻ പറ്റുമോ? അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. അത് പൊടിക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുവോ? ഇപ്പോഴാണെങ്കിൽ ഞാൻ ആ പെണ്ണിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഉടനെ അവൻ എന്നോട് തർക്കുത്തരം പറയാൻ തുടങ്ങും. ഒരു വാക്കുപോലും എനിക്ക് നേരെ പറയാതിരുന്ന ചെറുക്കനാണ്. ഇപ്പോൾ എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ ഒരു മാറ്റം. സതി പറഞ്ഞു. അവൾ എന്തെങ്കിലും കലക്കി കൊടുത്തതാണോ? വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കാണും. സുധിയേട്ടൻ്റെ മനസ്സ് മാറ്റാനുള്ള എന്തെങ്കിലും മരുന്ന് ആഹാരത്തിൽ ചേർത്ത് അമ്മയും മോളും കൂടി കൊടുത്തിട്ടുണ്ടാവും. ഇല്ലാതെ ഇങ്ങനെ മാറുമോ ഒരാള്? സുഗന്ധി പറഞ്ഞു. ഞാൻ ഏതായാലും ഇനി അവളെ വലുതായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും അവളെ പറയുമ്പോഴേ അവന് വാശി കൂടുന്നതെന്ന് തോന്നുന്നു. സതി അത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മീര അടുക്കളയിലേക്ക് വന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിലും അത് മറച്ചു വെച്ചാണ് അവൾക്ക് മുൻപിൽ സതി ചിരിച്ചു കാണിച്ചത്. എല്ലാം അടുക്കി വെച്ചോ? സതി മീരയോട് ചോദിച്ചു. വെച്ചു അമ്മേ. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് സുധിയേട്ടൻ പറഞ്ഞു. ഏതായാലും പോയിട്ട് വാ. ഇപ്പോഴേ ഇതൊക്കെ പറ്റൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുമായിട്ട് ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ചിരിക്കാൻ സമയം കാണൂല. അവരുടെ ആ മറുപടിയിൽ അമ്പരന്നു പോയത് മീരയാണ്. പെട്ടെന്ന് ഇവർക്ക് എന്തു പറ്റിയെന്ന് അവൾ ചിന്തിച്ചു. പിന്നെ ഇങ്ങനെ യാത്രകളൊക്കെ പോകുന്നത് നല്ലതാണ്, നമുക്കൊരാവശ്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആണുങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവില്ല. ഇങ്ങനെ പൊടിച്ചു തീർക്കും. നമ്മൾ വേണം ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വെക്കാൻ. സുഗന്ധി മീരയോടായി പറഞ്ഞു. സുധിയേട്ടനെ സംബന്ധിച്ച് ഒരു കണക്കുമില്ല. അതുകൊണ്ട് മീര വേണം എല്ലാത്തിനും ഒരു നിയന്ത്രണം വെക്കാൻ. ഞാൻ കുറ്റപ്പെടുത്തിയല്ലാട്ടോ. ഇപ്പം തന്നെ മണാലിക്കൊക്കെ പോകണമെങ്കിൽ എത്ര രൂപ വേണം? ആ പൈസ ബാങ്കിലിട്ട് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ഉപകരിക്കില്ലേ? അജയേട്ടൻ ഇങ്ങനെയായിരുന്നു. ഒരു കണക്കില്ലാതെ പണം ചെലവഴിക്കും. ഞാനൊരു പരിധി കൂടുതലൊന്നും സമ്മതിക്കില്ല. പിന്നെ ഞാൻ മീരാന്ന് വിളിച്ചത് നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞു വരുമ്പോൾ എനിക്ക് പ്രായമുണ്ട്. ഏട്ടത്തിയാണെങ്കിലും പേര് വിളിക്കുന്നതല്ലേ നല്ലത്. സുഗന്ധിയിൽ വന്ന മാറ്റവും മീര ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ വിളിച്ചാൽ മതി, മീര പറഞ്ഞു. ഞാൻ സുധിയേട്ടനോട് പറഞ്ഞതാ ഒരുപാട് പൈസ ചെലവാകും, എന്തിനാ ഈ യാത്രയെന്ന്. സുധിയേട്ടനാ സമ്മതിക്കാത്തത്, മീര പറഞ്ഞു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. താല്പര്യം ഇല്ലാതെയാണെങ്കിലും ചിരിയോടെ സുഗന്ധി പറഞ്ഞു. രാവിലത്തേക്കുള്ള ഭക്ഷണം സതിയും മീരയും സുഗന്ധിയും ഒരുമിച്ചാണ് ഉണ്ടാക്കിയത്. മീരയോട് ദേഷ്യമുണ്ടെങ്കിലും രണ്ടുപേരും സമർത്ഥമായി അതൊളിപ്പിച്ചു. ഇടിയപ്പവും കടലക്കറിയുമായിരുന്നു കാപ്പിക്ക്. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം മീരയുടെ പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുക്കുന്ന സുധിയെ ഒരസൂയയോടെയാണ് സുഗന്ധിയും നോക്കിയത്. അവർക്കെന്തോ ആ കാഴ്ച അത്രത്തോളം സന്തോഷം നൽകുന്നുണ്ടായിരുന്നില്ല. അജയനോടിടയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സുധി. ഇടയ്ക്ക് സുഗന്ധി കണ്ണു കാണിച്ചപ്പോൾ അജയൻ സുധിയുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ തുടങ്ങി. അളിയ, ഞാനൊരു കാര്യം അളിയനോട് പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എന്താ അളിയ? ഭക്ഷണത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി സുധി അജയനോട് ചോദിച്ചു. ഈ KSRTCയിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും പരിപാടി സ്വന്തമായി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കുറച്ച് നമുക്ക് മറിക്കാൻ പറ്റും. എങ്കിലും കുറച്ചധികം വേണ്ടി വരും. അളിയൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? അജയൻ ചോദിച്ചപ്പോൾ സുധി ഗൗരവത്തോടെ അജയനെ നോക്കി. എന്തെങ്കിലും എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര അളിയൻ ഉദ്ദേശിക്കുന്നത്? 5 ലക്ഷം രൂപ. സുധി ഞെട്ടിപ്പോയിരുന്നു. 5 ലക്ഷം രൂപയോ? അത്രയൊന്നും എൻ്റെ കയ്യിലെടുക്കാനില്ല. അളിയൻ അറിയാലോ. പിന്നെ നിങ്ങൾ അടയ്ക്കുമെങ്കിൽ വല്ല ലോണോ വല്ലതും ഞാൻ എടുത്തു തരാം. സുഗന്ധിയുടെ മുഖം മങ്ങി. വീട് പുതുക്കി പണിതതിൻ്റെ കുറച്ചുകൂടി കടം ബാക്കിയുണ്ട്. അതുകൂടെ കഴിഞ്ഞ് ഗൾഫിലെ പരിപാടി നിർത്തി ഞാൻ നാട്ടിൽ എന്തെങ്കിലും തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനി എങ്ങനെയാണെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവൻ്റെ ആ വെളിപ്പെടുത്തലിൽ സതി ഞെട്ടിപ്പോയിരുന്നു. ഇനി 2 വർഷത്തിൽ കൂടുതൽ ഞാനിനി അവിടെ നിൽക്കില്ല. അതുകൊണ്ട് അത്രയൊന്നും തരാൻ എൻ്റെ കയ്യിലുണ്ടാവില്ല. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ. മീരയുടെ സ്വർണ്ണമൊക്കെ ഒന്ന് പണയം വെക്കാൻ തന്നാൽ ഏകദേശം അത്രയും രൂപ കിട്ടില്ലേ? പെട്ടെന്ന് സുഗന്ധി സുധിയോടായി ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് സുധി ഞെട്ടിപ്പോയിരുന്നു. ഗൗരവത്തോടെ അവൻ സുഗന്ധിയെ നോക്കി. മീരയുടെ മുഖത്തേക്ക് നോക്കി. എന്ത് വേണമെങ്കിലും സുധി തീരുമാനിച്ചോ എന്ന ഭാവമാണ് ആ മുഖത്ത്. സുഗന്ധിയാണെങ്കിൽ പ്രതീക്ഷയോടെ മുഖത്തേക്ക് നോക്കുന്നു. ഒപ്പം സതിയും.
തുടർന്ന് കേൾക്കാം കിനാവിന്റെ തീരത്ത് അടുത്ത ഭാഗത്തിൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.